ഗൈസ് എനിക്കൊരു സീക്രട്ട് പറയാനുണ്ട്. ലോക്കാക്ക ഓ മൈ ഗോഡ്, ഞാനത് എങ്ങനെ പറഞ്ഞു കയറില്ല. എനിക്കെന്തോ ഇന്നേ വരെ ക്യാമറ എടുക്കുമ്പോൾ എന്തോ ഒരു ഭയങ്കര നാണം വരുന്നു ഗൈസ്. നിങ്ങളെല്ലാവരും എൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു ഗൈസ് ക്യാമറയിലൂടെ. എന്താ സംഭവം എന്ന് വെച്ചാൽ ഐ എം സോ എക്സൈറ്റഡ്. അതുപോലെ തന്നെ ഭയങ്കര ചമ്മലുണ്ട്. കുറേ കാലം ഞാനും ഡ്യൂഡിയും തന്നെ ആണല്ലോ വീഡിയോ ചെയ്യാറ്. പിന്നെ ഞാൻ കുറേ ഒറ്റക്കും ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു, എന്താ പറയുക, ഒരു വെറുതെ അല്ല, ഒരു കല്യാണം ഒക്കെ കഴിച്ചാലോ എന്നൊരു അങ്ങനത്തെ ഒരു പ്ലാനിങ് അല്ല, ഓൾമോസ്റ്റ് അതാണ് എൻ്റെ മൈൻഡിൽ. ഓക്കെ, യുവർ ബോയ് ഗെറ്റിംഗ് ഓൾഡ് ഗൈസ്. എപ്പോഴും നമ്മൾ കുട്ടിയല്ല, നമ്മൾ വലുതായി തുടങ്ങിയിരിക്കുന്നു, കാര്യങ്ങളിലേക്ക് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഗൈസ്, കാര്യഗൗരവം. ഓക്കെ, അപ്പം ഞാനത് നിങ്ങളോട് തന്നെ ഫസ്റ്റ് പറയാമെന്ന് വിചാരിച്ചു. യെസ്, ഞാനൊരു കുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഓ യാ ഐ ആം ഓക്കെ. ഞാൻ തന്നെ അത് കണ്ടുവച്ചു. സോ അത് ഇനിയിപ്പം ഇമ്മനോടൊക്കെ പറഞ്ഞ് പെണ്ണ് കാണാൻ പോകണം. അതാണ് ഇന്നത്തെ വീഡിയോ ഗൈസ്. നമ്മൾ മമ്മിനോടും അതുപോലെ തന്നെ അനിയത്തിനോടൊക്കെ ഞാൻ കണ്ടുവച്ച കുട്ടീനെ പറ്റി പറഞ്ഞ് നമ്മൾ അവരെയും കൂട്ടി പെണ്ണ് കാണാൻ പോകണം. സോ പെണ്ണ് കാണാൻ പോകുന്ന വീഡിയോ ഞാൻ ചെയ്യാം. പക്ഷെ ഇന്ന് നമ്മൾ അവരോട് സമ്മതമൊക്കെ ചോദിച്ച് സെറ്റ് ചെയ്യണം. എന്താണ് അവരുടെ ഒരു എക്സ്പ്രഷൻസ്, എന്താണ് സംഭവങ്ങൾ എന്ന് പറയാൻ ചെറുതായിട്ട് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ബാക്കി നിങ്ങളുടെ കൂടെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ലൈഫിലൊരു വലിയൊരു സംഭവമല്ലേ, എന്നാലും എന്താ ഞാനിങ്ങനെ നാണം വരുന്ന പഠിച്ചോന്. ഓക്കെ, ദിസ് ഈസ് സീരിയസ് തിങ് ഗൈസ്. നമ്മൾ സീരിയസ് ആയിട്ട് ചെയ്യണം. അതിന് നമുക്ക് മമ്മീനോടും അനിയത്തിനോടൊക്കെ പോയി ചോദിക്കാം, അവരെങ്ങോട്ടോ പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുക. അപ്പം ഞാൻ വേഗം ക്യാമറ എടുത്ത് ഇറങ്ങിയതാണ്. സോ പോയി ചോദിക്കുക ഗൈസ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങളിപ്പം തന്നെ താഴത്ത് കമൻറ്റ് ചെയ്യും. ഓക്കെ, ആരാണ് കുട്ടി, എന്താണ് പേര്, നിങ്ങൾ ചുമ്മാ ഗസ് ചെയ്തോളി, അത് വേറെ കാര്യം. സോ ഞാൻ താഴത്ത് പോയി ഇമ്മനോടൊക്കെ കാര്യം പറഞ്ഞ് സമ്മതിപ്പിക്കാം നമുക്ക് എങ്ങനെയായിരിക്കും. ഓ മൈ ഗോഡ്, ഐ ആം സോ എക്സൈറ്റഡ്. കുഞ്ഞോ ഒന്ന് ഫോണൊക്കെ എടുത്തോ, എനിക്കൊരു സീരിയസ് കാര്യം പറയാനുണ്ട്. വീടല്ലോ ഞങ്ങളെ സീരിയസ് കാര്യം പറയുമ്പോൾ എന്താ 2 കാലിൽ 2 സോക്സൊക്കെ. എനിക്കൊരു സീരിയസ് കാര്യം പറയാനുണ്ട് ഞാൻ പറഞ്ഞത്. ഇനി ഉമ്മനും ഇപ്പം സംസാരിച്ച് സെറ്റാക്കി തരണം ഗൈസ്. അപ്പോൾ ഞാൻ ഡ്യൂഡിനും കൊണ്ട് കാറിൽ കയറി. കുഞ്ഞു, ഞാൻ പറയാൻ പോണ കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. നീ എൻ്റെ കൂടെ നിൽക്കണം. നിൽക്കൂലേ? കാക്കന്റെ വീട്ടിൽ നിൽക്കൂലേ? കുറച്ചൊന്നും ഇങ്ങോട്ട് ഇരിക്കും. ഞാൻ പറയട്ടെ കുഞ്ഞു, ഇപ്പൊ കൊറേ ആയല്ലേ നമ്മളൊക്കെ ഇങ്ങനെ നിക്കുന്നത്. അല്ല, നമ്മൾ രണ്ടുപേരും ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യല്ലേ, മനസ്സിലായല്ലേ? അപ്പൊ ഞാൻ വിചാരിച്ച് ഞാനൊരു കല്യാണം കഴിച്ചാലോ എന്ന് ആലോചിക്കുക. എന്തെന്നെ അഭിപ്രായം? നല്ല അഭിപ്രായം. കല്യാണം കഴിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോലെ. അപ്പൊ ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നത്, ഞങ്ങൾക്കറിയാലോ, എനിക്കൊരു നിനക്ക് പെണ്ണിനെ കിട്ടുക, അതൊക്കെ ഇനി 2-3 വർഷമൊക്കെ എടുക്കും. ഇങ്ങനെ തെരഞ്ഞ് പട്ടിക്കാട്ടെ ഗൈസ്. അവള് പറഞ്ഞൊന്നും കേൾക്കരുത്. ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, ഞാൻ ഓൾറെഡി കുട്ടീനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുഞ്ഞു, നീ സെറ്റാക്കി വെച്ചിട്ട് കാര്യമുണ്ടോ? കുട്ടി നിന്നെ സെറ്റാക്കണ്ടേ ഗൈസ്? ഇവളോട് ആദ്യം പറഞ്ഞത് എന്റെ ഒരു തെറ്റായി പോയെന്ന് എനിക്ക് തോന്നുന്നു. കുഞ്ഞു, ഞാൻ ഓൾറെഡി ഒരാളെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അവരുടെ വീട്ടിൽ പോയിട്ടൊന്ന് സംസാരിക്കണം. കുഞ്ഞു, മമ്മിയോട് കാര്യം പറയണം. മമ്മിന്റെ കാര്യം ഞാൻ ഇപ്പോഴും കുട്ടിയാണെന്നാണ്. സോ അതൊന്നും മാറ്റണ്ട നിങ്ങളെ. മാറ്റണമെങ്കിൽ അതിന്റെ അനുസരിച്ച് നീ നിക്കണം. Oh my god, this girl is cheating my face. Okay, കുഞ്ഞു, നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കാര്യം ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞ ഗൈസ്. ഞാൻ ഇവരോട് ഓൾറെഡി പറഞ്ഞു. ഓക്കെ, നീ കളിക്കരുത്. കാരണം എനിക്ക് ഈ പെട്ടെന്ന് കല്യാണം കഴിക്കാനുള്ള ടെൻഷൻ. ഓക്കെ, അതുകൊണ്ട് നീ മമ്മിയോട് പറഞ്ഞിട്ട് ഇതൊക്കെ ഞാനും കൂടി വരാം. നമുക്ക് ഇപ്പം പറയണം, ഇന്ന് പറയണം. ഓക്കെ, നമ്മ പറയല്ലോ. അപ്പം ഇന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇല്ല തീരുമാനം എടുക്കണം. സീരിയസ് ആയിട്ട് പറയാ. നിനക്കറിയാം കുട്ടീനെ, നിനക്കറിയാം. ഞാനൊരു തെറ്റ് ചെയ്തില്ലേ? കുട്ടി
അല്ല ഇവൾക്ക് അറിയാം, കുട്ടീനെ ഇവൾക്ക് അറിയാം, ഇവൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നീ ആ കുട്ടിന്റെ പേരും കാര്യങ്ങളും പറഞ്ഞ ക്യാമറ ഓഫ് ആക്കിട്ട് ഓക്കെ. അവളുടെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ഇന്നിപ്പം പോയിട്ട് മമ്മിയോട് സംസാരിക്കണം. എന്നിട്ട് നമ്മൾ ഇതിന് ഈ അടുത്ത ദിവസം തന്നെ ഈ അടുത്ത ദിവസം തന്നെ ഈ അടുത്ത ദിവസം തന്നെ നമുക്ക് എന്ത് ചെയ്യണം, പെണ്ണ് കാണാൻ പോണം. ഓക്കെ, എല്ലാം ഫാസ്റ്റ് ആയിരിക്കണം. മുട്ടിരിക്കാം. സോറി ഗൈസ്. അപ്പൊ നോക്കട്ടെ, ഉമ്മക്ക് ലവ് ഒന്നും സീനില്ല, പക്ഷെ ഉമ്മ എപ്പോഴും നോക്കും സ്വഭാവം, ക്യാരക്ടർ, കുട്ടി എങ്ങനാണ്, കുട്ടിയുടെ ഫാമിലി എങ്ങനാണ്, കുട്ടിക്ക് നിന്നെ സഹിക്കാൻ കഴിയും. ഉമ്മ എപ്പോഴും പറയും നിന്നെ ആലോചിച്ചിട്ടില്ല, കുട്ടീന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. ദുരന്തത്തിലേക്ക് പോകുന്നുണ്ടോന്ന്. അപ്പൊ നമുക്ക് ഞമ്മനോട് പറയാം. ഓക്കെ, അപ്പൊ നിനക്കും ഓക്കെ അല്ലേ? നീ ആരെങ്കിലും കിട്ട്, എനിക്കെന്താ കുഴപ്പം? ഞാൻ അതിനെ കാറിലേക്ക് വിളിച്ചു. മമ്മി മമ്മി ഫോണിലാണ് വാച്ചിങ് ടി വി. നിങ്ങൾ കൂടെ നിക്കൂലേ? എന്താ കൊറേ നേരമായി മമ്മ, എന്താ പറയാനുള്ളത് പറയും. കാര്യം പറയട്ടെ, ഇങ്ങനെ പറഞ്ഞതിന് മുമ്പ് ഇത് ക്യാമറ ഓൺ ആട്ടോ, നിങ്ങള് തനി സ്വഭാവം എടുക്കില്ല നിങ്ങള്. പറയ എന്താണ്? പറയാ കുഞ്ഞാളെ ഒന്ന് സ്റ്റാർട്ട് നീ ഒന്ന് സ്റ്റാർട്ട് ചെയ്യ്. നിന്നോട് പറഞ്ഞല്ലേ സ്റ്റാർട്ട് ചെയ്യ്. സ്റ്റാർട്ടിങ് ട്രബിൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യ്. എനിക്ക് കല്യാണത്തിന് മുട്ടിയിരിക്കുകയാണെന്ന് കൊറേ കാലമായാലേ പറയുന്നത്. കണ്ടോ? ഞാൻ അന്നും പറഞ്ഞിന് ഇത്ര പ്രായമാവട്ടെ എന്നിട്ട് നോക്കാം. പ്രായമൊക്കെ ഒരു വിഷയമാണോ? എനിക്കിപ്പോ എത്ര വയസ്സായി നിങ്ങൾ വിചാരോ? നമുക്ക് 24 ആയിട്ടേ ഉള്ളൂ. ആയിട്ടല്ലേ, 24 കഴിയാനായി. 27 ആവുമ്പല്ലേ ഇനി ഞങ്ങൾക്കൊരു ബുദ്ധി ഉള്ളത്. യൂട്യൂബ് മുന്നോട്ടുണ്ടാകുന്ന ബുദ്ധി ഉണ്ടാവും, വേറെ കാര്യം. എല്ലാ തന്നെ ഒരു ബുദ്ധി ഉണ്ട്. അല്ലമ്മ, നമ്മളിപ്പോ ഒരു കാര്യം പറയുമ്പോളേ അമ്മ ഒരു മരുമോളൊക്കെ വേണ്ടേ? അതാണ് ഇങ്ങനെ ആലോചിപ്പം. ഞാനില്ലേ ഇങ്ങനെ ആലോചിച്ചപ്പം എന്താ പറയാ, ഇങ്ങനെ ആലോചിച്ചപ്പോ ലൈക്ക് എന്താ പറയാ, ഞാനൊരു കുട്ടീനെ ഇങ്ങനെ കണ്ടു വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളതിങ്ങനെ കണ്ടുവെച്ചു. കുട്ടി നല്ല സൽസ്വഭാവിയാണ്, സുന്ദരിയാണ്, ലോക സുന്ദരിയാണ്, ഹൈറ്റ് ഉണ്ട്, ഐശ്വര്യായി കഴിഞ്ഞിട്ട് വരും. അങ്ങനത്തെ തള്ളാനുള്ള സീരിയസ് ആയിട്ട് പറഞ്ഞ തള്ളനോ ഉള്ള കാര്യം പറ. പറയൂ. എന്നിട്ട് കുഞ്ഞോ എന്നിട്ട് അപ്പൊ എനിക്ക് കല്യാണം കാണാൻ പോണോന്നാണ്. കല്യാണം കാണാനോ? നാളല്ല, ഞാൻ പറയാം. എന്താ പറയാ, പെട്ടെന്ന് പറഞ്ഞ നാളെ ഇന്ന് പോകുന്ന കാര്യമല്ല. നമുക്ക് സംഭവം എന്താ വെച്ചാ, ഞാന് ഒരു കുട്ടീനെ കണ്ടുവച്ചിട്ടുണ്ട്. ഓക്കെ, ഫോട്ടോയും കാര്യങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. കുഞ്ഞു ഫോട്ടോ കാണിച്ചു കൊടുക്കണോ? നീ കണ്ടിട്ടുണ്ട് നിനക്ക് അറിയാറ്റാ. അപ്പം നിങ്ങളെന്താ പന്നി പോയ പെരിച്ചാനായിരുന്നു എന്ത്? ഓക്കെ, അപ്പല്ലേ നിങ്ങളിത് പെണ്ണ് കാണാൻ എന്റെ കൂടെ വരണം. അല്ല, നിങ്ങൾ പെണ്ണ് കാണാൻ ചടങ്ങ് നിങ്ങൾ നടത്തി തരണം. എന്നും കാണണ പെണ്ണ? അങ്ങനല്ല, ഞങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്ത് ഞങ്ങൾക്ക് അറിയാം. ഓക്കെ, എന്തറിയാം? പറയേ, ഉള്ളിലൊക്കെ ഒന്ന് പറയേ. വി ആർ ഇൻ ലവ്. ഓക്കെ, ഞങ്ങൾ റിലേഷനിലാണ്. ഓക്കെ, അപ്പം നിങ്ങളത് മുന്നിട്ട് ഒരു ഉമ്മ എന്ന നിലയിൽ നിങ്ങൾ ഇതിന് വേണ്ട ആ ഉമ്മ അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ ഒരു തമാശ ആയിട്ട് എടുക്കണേ. ഉമ്മ എന്താ വെച്ചാല് നിങ്ങളിത് റെഡിയാക്കി സെറ്റാക്കി തരണം. നോക്കട്ടെ, ഞാൻ ഇപ്പൊന്നും ചെയ്തില്ല. ഞാൻ ഇപ്പൊന്നും ചെയ്തില്ല പറഞ്ഞല്ലേ. പിന്നെ തന്നെ ചോദിക്കും. ഞാൻ ഫോട്ടോ കാണിച്ചരാ. ടെൻഷൻ അടിക്കില്ല, ആലോചിക്കുക. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞാണ് വീഡിയോയില്. ആലോചിക്കുക, അത്രേ ഉള്ളൂ. ഫോട്ടോഷോപ്പ് ചെയ്യാ. ഫോട്ടോഷോപ്പേ ശരിയാക്കി തരടി. അപ്പം സംഭവം എന്താ വെച്ചാൽ ഫോട്ടോ കാണിച്ചാൽ നിങ്ങൾക്ക് ഓക്കെ, എന്തായാലും ഇഷ്ടപ്പെടും. ഓക്കെ, അപ്പൊ അല്ലേ നിങ്ങൾക്ക് ഇപ്പൊ പെണ്ണ് കാണാൻ പോണല്ലോ, പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, സെറ്റ് അല്ലേ? പ്രശ്നമൊക്കെ ഉണ്ട്. എന്ത് പ്രശ്നം? ആലോചിക്കുക.
ആലോചിക്കാന്നാ. എന്നാ പോണെന്ന് പറഞ്ഞേ? അല്ല അത് ഈ തീരുമാനം. പോയി കണ്ടുപോരുന്നാലേ. അല്ല അയ്യേ അത് ശരി. ആ ഈ കാണണ്ടല്ലേ ഈ ഞാൻ കണ്ടതാണല്ലോ. ഓക്കെ അപ്പൊ നമ്മൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിലല്ലേ. അപ്പൊ നമ്മള് വിചാരിച്ചത്ര സീനില്ല. അല്ല ഈ കണ്ടുപോരെ, എന്നിട്ട് നമ്മൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലല്ലേ. ആ അതെ. ഞാൻ ഇഷ്ടപ്പെടണോ? അപ്പം ഞാനെന്തായാലും പറഞ്ഞു കേട്ടോ. അപ്പം പെണ്ണ് കാണൽ നമ്മൾ സമ്മതിച്ചില്ലെങ്കിലോ? നമ്മൾ സമ്മതിപ്പിക്കുന്നു. ഞാൻ സമ്മതിച്ചില്ലെങ്കിലോ? നീ സമ്മതിച്ചില്ല എനിക്ക് ഒരു തേങ്ങയില്ല. ഇവിടെ ആയിക്കോട്ടെ. അപ്പം മമ്മീനെ കൊണ്ട് മമ്മി ഏകദേശം സെറ്റാണല്ലേ അമ്മ? ആലോചിക്കട്ടെ എന്നാണെങ്കിലും നമുക്കല്ലേ നാളത്തെ വീട്ടിൽ നമുക്ക് പെണ്ണിനെ കാണിച്ചു കൊടുക്കുക, കുട്ടീനെ കാണിച്ചു കൊടുക്കുക അല്ലേ? കുട്ടിന്റെ വീട് എവിടെയാണ്? വീടെവിടെ? ഇടാൻ വീഡിയോയില് പറയണ്ടപ്പോ അത് പറയും. വീഡിയോയിൽ ഓല് അവിടേക്ക് പോവുകയാണോ? വീട് പറഞ്ഞാ പോരെ, അഡ്രസ് ഒന്നും ഇല്ലല്ലോ. കുട്ടിന്റെ വീടെവിടെ? വീട് ഇവിടെ കേരളത്തിലാ? കൊച്ചിയില. ഉമ്മയും ബാപ്പിയൊക്കെ ഉണ്ടോ? എല്ലാരും കൊച്ചിയില. ഉണ്ടോ? പിന്നെ ആരൊക്കെ ഉള്ളേ? ഉമ്മണ്ട്, വാപ്പണ്ട്, അനിയത്തിണ്ട്, അതുപോലെ തന്നെ അനിയനുണ്ട്. അനിയത്തിയൊക്കെ ഉണ്ടോ? അനിയത്തില്ല, അനിയൻ, വല്യമ്മ, എല്ലാരും. എവിടെ വരെ പഠിച്ച്? അത് ഈ വീഡിയോയില് പറയണ്ടല്ലോ. ഓ എന്താ പറഞ്ഞാല് വിദ്യാഭ്യാസം എത്ര? CMA. പിന്നെ വയസ്സാ? ഇതൊന്നും വീഡിയോയില് പറയണ്ട. അതൊന്നും വീഡിയോയില് പറയണ്ട. അല്ല അത് 20 കഴിഞ്ഞില്ലേ? അത് നമ്മള് വീഡിയോ ആദ്യം നിങ്ങൾക്ക് ഞാൻ നാളെ ഞങ്ങൾക്ക് ഫോട്ടോ കാണിച്ചു തരാം ഗൈസ്. അപ്പം നാളെ നമ്മള് ഫോട്ടോസ് കാണിച്ച് പെണ്ണ് കാണിച്ച അടങ്ങൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതൊക്കെ റെക്കോർഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നാളെ ഫോട്ടോ കാണിച്ച് സെറ്റ് ചെയ്യാം. കുജോളൂ ടാറ്റ പറ. ഓക്കെ, സോ എക്സൈറ്റഡ് ഗൈസ്. അപ്പൊ നാളെ കഴിച്ച് നമ്മൾ ഫോട്ടോ കാണിച്ചെടുക്കാം. ഒക്കെ അവള് സെറ്റ് ചെയ്യാം. നല്ലപോലെ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇവള് മുടക്കാൻ വേണ്ടിയാണ്, നല്ലോണം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക പ്ലീസ്. അതെ, ഓരോരുത്തർ പ്രാർത്ഥന ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ.